വിപിൻ, ഈ UDF LDF ക്യാമ്പുകളിൽ ഈ PV അൻവർ എത്ര വോട്ട് പിടിക്കും എന്നുള്ള കണക്ക് കൂട്ടലും കിഴിക്കലും ഒക്കെ നടക്കുകയാണ്. വല്ലാത്തൊരു ആശങ്കയും ഈ കാര്യത്തിൽ LDF ക്യാമ്പിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിപിൻ സി വിജയൻ. അതെ SKN, PV അൻവർ ഒരു ഫാക്ടർ അല്ല എന്നുള്ളതായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പകുതിക്ക് വെച്ച LDF-ഉം UDF-ഉം പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്ന ഘട്ടത്തിലും ആശയക്കുഴപ്പം മാറുന്നില്ല. ഒപ്പം തന്നെ PV അൻവർ ഒരു ഫാക്ടർ ആണ് എന്നുള്ളത് ഒളിഞ്ഞും തെളിഞ്ഞും LDF-ഉം UDF-ഉം സമ്മതിക്കുന്നുമുണ്ട്. ഇന്നലെ PV അൻവറിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. താൻ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒളിഞ്ഞ പിണറായി എന്ന് വിശേഷിപ്പിക്കാവുന്ന ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കട്ടെ എന്നുള്ളതായിരുന്നു PV അൻവറിന്റെ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ വരുമ്പോൾ അതൊരു UDF-ലേക്കുള്ള വാതിൽ അടഞ്ഞിട്ടില്ല, ഇനിയൊരു ചർച്ചയ്ക്കുള്ളൊരു സാധ്യതയുണ്ട് എന്നുകൂടി തുറന്നു വയ്ക്കുന്ന രീതിക്കായിരുന്നു പറഞ്ഞു വെച്ചത്. ഒപ്പം തന്നെ PV അൻവർ ഒരു 20,000-ഓളം വോട്ട് പിടിക്കുമ്പോൾ അത് LDF ക്യാമ്പിൽ നിന്നായിരിക്കും എന്നുള്ളത് കൂടിയാണ് അൻവർ ക്യാമ്പ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ എത്രത്തോളം വോട്ട് പിടിക്കുമെന്നുള്ളത് ഓരോ ഇരു മുന്നണികളെ സംബന്ധിച്ചും പ്രധാനമാണ്. മറ്റൊന്നുള്ളത്, UDF-നെ സംബന്ധിച്ച് 75% പോളിംഗ് ശതമാനം പോയത് അതൊരു ട്രെൻഡാണ് എന്നും ആ ട്രെൻഡ് ഭരണവിരുദ്ധ വികാരം എന്നുമുള്ളതാണ് UDF വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ 10,000-നും 15,000-നും മുകളിൽ ഒരു ഭൂരിപക്ഷം ഉണ്ടാകും എന്നുള്ള ആത്മവിശ്വാസം ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നത്. ബൂത്ത് തല കണക്കുകൾ വെച്ച് അവർ അത്തരത്തിലുള്ളൊരു വിലയിരുത്തലിലേക്ക് പോവുകയും ചെയ്യുന്നത്. ആദ്യം വഴിക്കടവ് പഞ്ചായത്താണ് എണ്ണുക. പഞ്ചായത്ത് തലത്തിലല്ല എണ്ണുന്നത്, ബൂത്ത് തലത്തിലാണ്. 1 മുതൽ 263 ബൂത്തുകൾ വരെയാണ് എണ്ണുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ വഴിക്കടവ് പഞ്ചായത്ത് എണ്ണുമ്പോൾ തന്നെ ഒരു ട്രെൻഡ് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം അത് UDF-ന് ഒരു ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലമാണ്, വലിയ രീതിയിലുള്ള വോട്ട് പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ 2021-ൽ വളരെ നേരിയ ഭൂരിപക്ഷത്തിൽ 35 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വഴിക്കടവ് PV അൻവറിന് ഒപ്പം നിന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ PV അൻവറിന് ഒപ്പം നിന്നിട്ടുള്ള ഒരു പഞ്ചായത്ത് ഇപ്രാവശ്യം ആദ്യഘട്ടത്തിൽ തന്നെ UDF-ന് ഒരു വലിയ വോട്ട് ശതമാനം നൽകുകയാണ് എന്നുണ്ടെങ്കിൽ ആ ട്രെൻഡ് എന്താണ് എന്നുള്ളത് വ്യക്തമാവും. അതല്ല, PV അൻവർ അവിടെ വലിയ രീതിയിൽ വോട്ട് പിടിക്കുന്നു എന്നുണ്ടെങ്കിൽ വീണ്ടും അത് നിർണായകമാകും. കാരണം അവസാനം എണ്ണുന്നത് അമരമ്പലം പഞ്ചായത്താണ്. അമരമ്പലം പഞ്ചായത്ത് LDF-ന് സ്വാധീനമുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഒപ്പത്തിനൊപ്പമാണ് വഴിക്കടവ് എന്നുണ്ടെങ്കിൽ അമരമ്പലത്തിലേക്ക് എത്തുമ്പോഴേക്കും അതൊരു അവസാനവട്ടം ഒപ്പത്തിനൊപ്പം എന്നുള്ള നിലയ്ക്ക് തന്നെയായിരിക്കും ഈ വോട്ടിംഗ് പോവുക. അത് ആദ്യഘട്ടത്തിൽ തന്നെ അറിയാൻ സാധിക്കും എന്നുള്ളത് കൂടിയാണ്. നാളെ 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. ബാലറ്റ് വോട്ടുകളായിരിക്കും ആദ്യം എണ്ണുകയും ചെയ്യുക. ഇരു മുന്നണികളും അതിൻ്റെ ഒരു മുൾമുനയിലാണ് എന്ന് തന്നെ പറയാം. SK